ഞാൻ കേരളത്തിനകത്തും പുറത്തും ഒക്കെ ധ്യാനം നടത്തുന്നുണ്ട് ഇപ്പോഴും. കൃപാസനത്തിന്റെ മുമ്പിൽ പോയി ആ ഗേറ്റിന്റെ മുമ്പിൽ കിടന്ന് അവിടെ പ്രത്യക്ഷപ്പെട്ടത് പിശാചാണ്. പച്ചയ്ക്ക് ഞാൻ പറഞ്ഞതാണ്, ഇത് പിശാച് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ്. ഇത് മാറാവല്ല, മാറാവ് എളിമയുടെ നിറകുടമാണ്. പിന്നെ ഏത് മാർപ്പാപ്പയുടെ മുമ്പിലും ഞാൻ തെറ്റെന്ന് പറഞ്ഞിരിക്കും. ഹലോ, ഈശോ അനുഗ്രഹിക്കട്ടെ ബ്രദറെ. ആരായിരുന്നു? ഞാൻ എൻ്റെ പേര് ജോഷ് എന്നാ. ഞാൻ ഡിവൈനിലൊക്കെ ഉണ്ടായിരുന്ന ശുശ്രൂഷകൻ, ഒരു നമ്പൂരിയായിരുന്നു. ഇപ്പൊ 33 വർഷമായിട്ട് കത്തോലിക്ക സഭയോട് ചേർന്ന് നിന്ന് വചന പ്രഘോഷണം ധ്യാനമൊക്കെ ആയിട്ട് പോകും. അപ്പൊ ഞാൻ ഈ കേരളത്തിന്റെ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ, അതേപോലെ കൃപാസനത്തിന്റെ മുമ്പിലൊക്കെ ഉപവാസ പ്രാർത്ഥന നടത്തിയത് പൈശാചികമാണ്. അവിടെ പ്രത്യക്ഷപ്പെട്ടത് മാറാവല്ല, തനി പിശാചാണ്. കാരണം മാറാവ് സൃഷ്ടിയാണ്. സൃഷ്ടിയായിട്ടല്ല നമ്മൾ ഉടമ്പടി സ്ഥാപിക്കേണ്ടത്, ദൈവവുമായിട്ടാണ് ഉടമ്പടി. പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥൻ ക്രിസ്തുവാണ്. അത് കാൽവരി മലയിൽ നടന്ന യേശുവിന്റെ കുരിശ് മരണം. എന്നിട്ട് ഈശോ പറഞ്ഞു, ഇതാ എല്ലാം പൂർത്തിയായി, ഇനി അതിനപ്പുറത്തേക്ക് വേറൊരു ഉടമ്പടി ഇല്ല. അപ്പോ അവിടെ പ്രത്യക്ഷപ്പെട്ടത് പിശാചാണ്. പച്ചയ്ക്ക് ഞാൻ പറഞ്ഞതാണ്. എങ്ങനെ ഉപവാസ പ്രാർത്ഥന നടത്തി അവിടെ വെച്ച്? കൃപാസനത്തിന്റെ മുമ്പിൽ പോയി ആ ഗേറ്റിന്റെ മുമ്പിൽ കിടന്ന് നമ്മള് സമരം നടത്തി. ഇത് പിശാച് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ്. ഇത് മാറാവല്ല, മാറാവ് എളിമയുടെ നിറകുടമാണ്. ദൈവത്തെക്കാൾ വലിയ ഒരു ഉടമ്പടി ഉണ്ടാക്കാൻ മാറാവ് ആഗ്രഹിക്കുന്നില്ല. എപ്പോഴും ഈശോയ്ക്ക് വിധേയപ്പെട്ട്, തിരുസഭയ്ക്ക് വിധേയപ്പെട്ടൊക്കെയാണ് മാറാവ് നിന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഇത് ക്രിസ്തു കുരിശിൽ പറഞ്ഞതാ എല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഇതാ പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്നേക്കുമായി ഒരു പുതിയ ഉടമ്പടി സ്ഥാപിക്കുന്നു. അതാണ് കുരിശിൽ സ്ഥാപിച്ചത്. പക്ഷേ വ്യാഴാഴ്ച ചെയ്തു, അതിന്റെ പൂർത്തീകരണമാണ് കുരിശിൽ ചെയ്തത്. ഇനി വേറൊരു ഉടമ്പടി ഇല്ല തിരുസഭയ്ക്ക്. പിന്നെ മാറാവ് എന്ന് പറയുന്നത് ഒരു സൃഷ്ടിയാണ്. അല്ല, ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോ എന്തായിരുന്നു പ്രതികരണം അവിടെ കൃപാസനത്തിൽ? പള്ളികളിൽ വിളിച്ചു പറഞ്ഞു, ഞാൻ സഭയ്ക്കെതിരെ എന്നെ മഹറൂം ചെല്ലാൻ, ഞാൻ സഭയ്ക്കെതിരെ പാഷാണ്ഡത പഠിപ്പിക്കണോ, അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റതാണ് മറിച്ചാണെന്ന് കുറേ കാര്യങ്ങൾ. അപ്പൊ ഞാൻ ഉൽപ്പത്തി മുതലുള്ള വചനങ്ങളെടുത്ത്, വെളിപാട് വരെയുള്ള വചനങ്ങളെടുത്ത് 118 മാർപ്പാപ്പന്മാര് മാതാവിനെ കുറിച്ച് എഴുതിയേക്കുന്ന പ്രബന്ധം എൻ്റെ കയ്യിലുണ്ട്. അതെല്ലാം എടുത്ത് വച്ച് കാണിച്ചു കൊടുത്തു. സഭയുടെ CCC ചാനലിലോ നിയമം അനുസരിച്ച് എടുത്തു വെച്ചു. അപ്പൊ അവര് എനിക്ക് ഞാൻ സഭേനെ തെറ്റായ ഭാഷാണ്ടതിന് ഞാൻ പറയണേ പള്ളിയിലൊക്കെ വിളിച്ചു പറഞ്ഞോ, പള്ളിയിലൊക്കെ. ബ്രദർ ഇപ്പോഴും എന്നിട്ട് ഡിവൈനില് ധ്യാനങ്ങൾ നടത്തുന്നുണ്ടോ? ഞാൻ കേരളത്തിനകത്തും പുറത്തും ഒക്കെ ധ്യാനം നടത്തുന്നുണ്ട് ഇപ്പോഴും. ഞാൻ ഒരു കാര്യം പറയുമ്പോൾ ഞാൻ ആദ്യം സഭയുടെ കാണലോ നിയമോ CCC എടുത്ത് നോക്കും. അതെന്താണ് പറയുന്നത്, എനിക്ക് കിട്ടിയ ആശയം അത് ശരിയാണോ, അത് പുറത്തു വിടാൻ പറ്റുമോ, അത് ഞാൻ ആദ്യം സഭയുടെ കാണലോ CCC എടുത്തു വെച്ച് നോക്കും. എന്നിട്ട് ബൈബിളും എടുത്തു വെച്ച് നോക്കും. ഇത് രണ്ടും എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏത് മാർപ്പാപ്പയുടെ മുമ്പിലും ഞാൻ തെറ്റെന്ന് പറഞ്ഞിരിക്കും. ഞാൻ നേരെ തിരിച്ചാണ്, ബൈബിൾ എടുത്തു വെച്ച് നോക്കും. ബൈബിൾ എടുത്ത് വെച്ചാൽ നോക്കുക. ആദ്യം ബൈബിള് ഫസ്റ്റ് പ്രിഫറൻസ്, സെക്കൻഡ് അപ്പസ്തോലൻ. കാരണം ബൈബിളും വേണം, CCC വേണം. കാരണം ഒരു നല്ലൊരു സുവിശേഷകനാണെങ്കിൽ അവൻ ബൈബിളും CCC ഒരേപോലെ നോക്കണം. CCC എനിക്ക് ബാധകമേ അല്ല. CCC വെറും ഒരു ബുക്കാണ്, മനുഷ്യനുണ്ടാക്കിയ ഒരു മണ്ടത്തരങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന കോൺട്രഡിക്ഷൻ ആയിട്ടുള്ള ഒരു ബുക്ക്. ഞാൻ CCC കൂടുതലും നമ്മള് നോക്കുന്നത് തിരുസഭയുടെ പ്രബോധനത്തെക്കാൾ കൂടുതൽ നോക്കുന്നത് വചനം. കാരണം യോഹന്നാൻ 17 അങ്ങനത്തെ വചനമാണ് ഞാൻ നോക്കാറുണ്ട്. പക്ഷെ നോക്കുന്നത് എനിക്ക് ഒറ്റ കാര്യത്തിന് മാത്രമാണ്. CCC ഒരു സ്ഥലത്ത് ഓക്കെ എന്ന് പറയും, അപ്പുറത്തെ സ്ഥലത്ത് നോ എന്ന് പറയും. ഇങ്ങനത്തെ പറയുന്ന ഒരു ബുക്കാണ്. CCCയില് പരസ്പരം CCCനെ ഞാൻ എതിർക്കുന്നുണ്ട്. കാരണം CCCയുടെ പല നിയമങ്ങൾ എടുത്തു വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ടാം വത്തിക്കാൻ സോനകദോസ് എടുത്തു വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് തമ്മിൽ ഒരു ബന്ധമില്ല. അതാണ് പല സാധനങ്ങളും അങ്ങോട്ട് ഇങ്ങോട്ട് കോൺട്രഡിക്ഷൻ ആണെന്ന്. സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾക്കും CCC പറഞ്ഞതിന് പല വിരുദ്ധമായിട്ടാണ് ഇപ്പൊ രണ്ടാം വത്തിക്കാൻ സോനകദോസ് വന്നേക്കണേ. ബൈബിളിന് വിരുദ്ധമായിട്ടാണ് പലതും CCC പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതിനെ മാനിക്കാറൊന്നുമില്ല ഞാൻ. പിന്നെ കത്തോലിക്കർക്ക് അത് വലിയൊരു പുസ്തകമാണല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ കത്തോലിക്കരുടെ ഇടയിൽ സംസാരിക്കുമ്പോൾ വചനം തന്നെയാണ്. ഇപ്പൊ ഞാനിപ്പോ ബ്രദറിനെ വിളിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ ഇപ്പൊ ചെന്നൈയിൽ ഇതേപോലെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു, ഒരു പള്ളി. അത് നമ്മൾ ബാൻ ചെയ്യിച്ചു. ചെന്നൈയില് റോജ മലർ എന്ന് പറയുന്ന ഇതേപോലെ മാതാവിന്റെ അത്ഭുതം നടക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അത് വലിയൊരു പള്ളി, കൃപാസനം പോലെ തന്നെ ഒരു വലിയൊരു പള്ളിയായിരുന്നു റോജാമൻ. അപ്പോ നമ്മുടെ ഇപ്പോഴത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സെക്രട്ടറിയും
ഇപ്പോഴത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മെയിൻ സെക്രട്ടറി, അവിടുത്തെ വത്തിക്കാൻ സുപ്രീം ജഡ്ജ്, അദ്ദേഹം എന്റെ സ്പിരിച്വൽ അഡ്വൈസറാണ്. അപ്പൊ എന്ത് കാര്യമായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ റെഡിയാക്കാറുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഉണ്ടോന്ന് ചോദിച്ചാൽ അവന് അത് മാതാവല്ല അവിടെ നടക്കുന്നത്. മാതാവിന്റെ പരിപാടി ഇത് ക്യാഷിന് വേണ്ടി ചെയ്യുന്ന ചില പരിപാടി, അവിടെ ദൈവ വചനവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കേസാണ്. അങ്ങനെ അപ്പൊ എന്നോട് അവിടുത്തെ ഈ സുപ്രീം ജഡ്ജും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സെക്രട്ടറിയുമായിട്ടുള്ള അച്ഛൻ എന്നോട് പറഞ്ഞു, ജോസഫ് അത് അങ്ങനെയല്ല ചെയ്യേണ്ടത്. നിങ്ങളൊരു വിശ്വാസികളായിട്ട് ഒരു 4-5 പേരുടെ ലെറ്റർ, ഇങ്ങനെ ഒരു തട്ടിപ്പൂടെ നടക്കണം പറഞ്ഞ ലെറ്റർ വാങ്ങണം. എന്നിട്ട് അതെനിക്ക് മെയിൽ ചെയ്യാൻ പറഞ്ഞു. നമ്മൾ മെയിൽ ചെയ്ത് കൊടുത്തു. മെയിൽ കൊടുത്തിട്ട് അവിടെ നിന്ന് ഇദ്ദേഹം ഇത് പോപ്പിന്റെ മുന്നിൽ ഈ ടേബിളിൽ എത്തിച്ചു. ഇദ്ദേഹമാണ് വിശുദ്ധരെ പ്രഖ്യാപിക്കുന്ന കാര്യങ്ങളും വത്തിക്കാന്റെ എല്ലാ കാര്യങ്ങളും ഇദ്ദേഹം ഒപ്പിട്ടിട്ട് മാർപ്പാപ്പയുടെ കൈ കൊടുക്കും. മാർപ്പാപ്പ അത് ഒപ്പിടും. ഇദ്ദേഹമാണ് മാർപ്പാപ്പയുടെ മുമ്പിലേക്ക് എല്ലാം എത്തിക്കണേ. അപ്പൊ ഇദ്ദേഹം മാർപ്പാപ്പയുടെ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞപ്പോ മാർപ്പാപ്പ അവിടുന്ന് 3 പേരെ ഇങ്ങോട്ട് വിട്ടു. തമിഴ്നാട്ടില് തൂത്തുക്കുടി എന്ന സ്ഥലത്ത് വിട്ടിട്ട് അത് പഠിച്ചു കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു ഇതൊന്നും മാതാവിന്റെ പ്രക്രിയയല്ല, മാതാവിന്റെ പദ്ധതി ഒന്നും അല്ല ഇത്. അവസാനം അത് റോമിൽ സമർപ്പിച്ച് അത് ബാൻ ചെയ്യിച്ചു. പള്ളിയാണ് പൊളിച്ചത്. എന്ന പോലെ കൃപാസനത്തിനെതിരെ ഞാനിപ്പോ ചെയ്യാൻ പോവാണ്. അതിന്റെ ഏറ്റവും വലിയ തെളിവായിട്ട് ഞാൻ എടുത്തത് ബ്രദറിന്റെ വീഡിയോ ആണ്. ഞാനത് അച്ഛനെ അയച്ചു കൊടുത്തു. അച്ഛൻ മാർപ്പാപ്പയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി 12 ഭാഷ അറിയാം. തമിഴിനാണ്. മാത്രമല്ല മെയ് 1st വീക്കില് എന്റെ വീട്ടിലോട്ട് വരുന്നുണ്ട് പുള്ളി. എന്റെ വീട്ടിലോട്ട് വരുന്നുണ്ട്. ഞാൻ താമസിക്കുന്നത് തൃപ്പൂണിത്തുറയാണ്. അപ്പൊ എന്റെ വീട്ടില് ഒത്തിരി അച്ഛന്മാരും ബിഷപ്പുമാരൊക്കെ വന്നു പോകുന്ന സ്ഥലം. വിദേശത്തിനകത്തുനിന്നും കേരളത്തിനകത്തും പുറത്തും ഒക്കെ ആയിട്ട് 200ഓളം വിശുദ്ധരുടെ തിരിശേഷിപ്പുകളും ഒരു അത്ഭുതം നടക്കുന്ന സ്ഥലമാണ്. മാതാവിന്റെ രൂപത്തിൽ നിന്ന് തൈലൊഴുകുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം കൊണ്ടേന്നും കുരിശിന്നും ഓയിൽ ഒഴുകി വികാരിയച്ഛൻ വന്ന് കണ്ടു. അത് യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട്. വീഡിയോ ആണ് എനിക്ക് അയച്ചു തന്നിരിക്കുന്നത്. അതെ. ആ വീടിന്റെ അകമാണോ കാണുന്നേ? ആകാണ്. പ്രയർ ഹാളാണ്. പ്രയർ ഹാളാണ്. അപ്പൊ കഴിഞ്ഞ മാസമാണ് റോമിന്ന് ഒരു അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു, വത്തിക്കാനിയാണ്. അപ്പൊ അത് വിഗ്രഹാരാധനയല്ലേ ബ്രദറെ? ആ വെച്ചിരിക്കുന്നത് വിഗ്രഹാരാധനയ്ക്ക് തുല്യമല്ലേ? അല്ലല്ല, വിഗ്രഹാരാധനയല്ല, ആരാധനയല്ലല്ലോ നമ്മൾ കേൾക്കുന്നത്. നമ്മൾ വണക്കേ കൊടുക്കുന്നുള്ളൂ. അല്ല, ബ്രദർ ഇപ്പൊ ഒരു കാര്യം പറഞ്ഞല്ലോ, മാതാവ് അല്ലാതെ പ്രത്യക്ഷപ്പെട്ടത് പിശാചാണ് പ്രത്യക്ഷപ്പെട്ടതെന്ന് പറഞ്ഞല്ലോ കൃപാസനത്തില്. അതല്ല, മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങളുണ്ട്, സഭ അംഗീകരിച്ച മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങൾ. പക്ഷെ ഞാൻ പറഞ്ഞത് മാതാവിന്റെ കൃപാസനത്തില് ഞാൻ പറഞ്ഞത് കൃപാസനത്തിന്റെ കാര്യത്തില് ഉടമ്പടിയുടെ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത്. ഉടമ്പടി എന്ന് പറഞ്ഞാൽ മാതാവ് ഒരിക്കലും ഇങ്ങനെ ഒരു സന്ദേശം കൊടുക്കില്ല. കാരണം മാതാവ് ഒരു സൃഷ്ടിയാണ്. അല്ല, ഈ വിഗ്രഹത്തിൽ നിന്ന് എണ്ണ ഒഴുകുമ്പോ അതിലെന്താണ് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തില്? അതവിടെ നിൽക്കട്ടെ. ഞാനിപ്പം കൃപാസനത്തിന്റെ കാര്യമാണ് ഈ പറയണേ. അല്ല, അതെനിക്ക് മനസ്സിലായി ബ്രദർ. ഞാൻ പറയാം, പക്ഷെ ബ്രദറിന്റെ വീട്ടിലെ സംഭവം എന്ന് പറഞ്ഞപ്പോ എനിക്കൊരു ക്യൂരിയോസിറ്റി, അതുകൊണ്ട് ചോദിച്ചതാണ്. കാരണം ഞാൻ ഒഴുക്കുന്നതല്ലോ, ഒഴുക്കുന്നത് ഈ രൂപം വന്നത്. ഇപ്പൊ എന്റെ വീട്ടിലിരിക്കുന്ന രൂപങ്ങള് ലോകത്തെ പല സ്ഥലങ്ങളിലും മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. സഭ അംഗീകരിച്ച പ്രത്യക്ഷീകരണങ്ങള് അതാത് സ്ഥലങ്ങളിൽ നിന്നുള്ള സ്റ്റാച്യൂസുകളാണ്. ഞാനിപ്പോ ഒരു 18 തേനും ഇതൊക്കെ ഒഴുകുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ വിഗ്രഹങ്ങളിൽ നിന്ന് അത് ഒഴുകുന്നതിന് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിന്റെ പിന്നിൽ ഓരോ കാര്യങ്ങളുണ്ട്. ആ സന്ദേശങ്ങൾ തന്നത് നമ്മൾ വെച്ചിട്ടുണ്ട്. പുറത്തു വിടാറായിട്ടില്ല എനിക്ക്. അപ്പൊ കൃപാസനവും ബ്രദറും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ജോസഫ് അച്ഛൻ ഞാൻ പറയുന്നത് ഞാൻ ചോദിക്കട്ടെ, കൃപാസനത്തിന്റെ ഉടമ്പടിയെ കുറിച്ചാണ് ഞാൻ പറയണേ. ഞാൻ പറയുന്നത് അവിടെ ഇപ്പൊ കൃപാസനത്തിൽ അച്ഛനെ കിട്ടിയൊരു ബോധ്യമാണ്. അവിടെ ഒരു ഉടമ്പടി സ്ഥാപിച്ചിട്ടില്ല. ഞാനിവിടെ ഒരു ഉടമ്പടി സ്ഥാപിച്ചിട്ടില്ല, മനസ്സിലായി. പക്ഷെ ആ കൃപാസനത്തിന്റെ ആ ചാരവിഗ്രഹത്തിലേക്ക് ഈ സംഭവത്തിനെല്ലാം ഡൈവേർട്ട് ചെയ്ത് ഇപ്പൊ ഉടമ്പടി സ്ഥാപിക്കുന്ന പോലെ ആ വിഗ്രഹത്തോടാണ് യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത്. അപ്പൊ അതിന്റെ മറ്റൊരു പ്രശ്നമല്ലേ ബ്രദറിന്റെ വീട്ടിൽ നടക്കുന്നത്? അതിൽ തമ്മിൽ എന്ത്, ഇതൊക്കെ ഒരു അമ്മ പെറ്റ മക്കളല്ലേ, അല്ലാതെ എന്താ വ്യത്യാസം ഇവര് തമ്മില്? എന്നെ സംബന്ധിച്ച് നിങ്ങളുടെ ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ വിചാരിച്ചു ബ്രദർ വേറെ എവിടെയെങ്കിലും ഉള്ള സ്ഥലമാണെന്ന്. പക്ഷെ നിങ്ങൾ തന്നെയാണ്, നിങ്ങളുടെ വീട് തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ റിയലി ഷോക്ക്ഡ്. കാരണം അങ്ങനെ നമുക്കൊരു വീട്ടിൽ വെക്കാനായിട്ട് എന്ത് അനുവാദം, ബൈബിൾ എന്ത് അനുവാദമാണ് ഇരിക്കുന്നത്? അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്തർത്ഥമാണ് നമ്മൾ കൊടുക്കുന്നത്?
നമ്മൾ മറ്റുള്ളവർക്ക് ഇപ്പൊ ആ വീട്ടിൽ അതുപോലെ ഫോട്ടോസും രൂപങ്ങളും വിഗ്രഹങ്ങളും ഇതെല്ലാം കൂടി നിരത്തി വെച്ചിട്ട് അതിനകത്ത് എന്ത് വണക്കം കൊടുക്കുന്നത്? അങ്ങനെ കൊടുക്കാനായിട്ട് കർത്താവ് പറഞ്ഞിട്ടുണ്ടോ? വണങ്ങാൻ പറഞ്ഞിട്ടുണ്ടോ? ബൈബിള് പറഞ്ഞിട്ടുണ്ടോ വിഗ്രഹങ്ങളെ വണങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ബ്രദർ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെ ചിന്തിച്ചോ. അല്ല, എന്റെ ഡൗട്ടാണ് ഞാൻ ചോദിക്കുന്നത് ബ്രദറെ. അങ്ങനെ വണങ്ങാനായിട്ട് ബൈബിൾ അനുവദിക്കുന്നുണ്ടോ? ബ്രദർ ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ബൈബിളാണ് പ്രധാനമായും നോക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ ബൈബിളിൽ പറയണമല്ലോ അല്ലെങ്കിൽ വണങ്ങണം എന്നുള്ള സംഭവം. ബൈബിൾ അനുവദിക്കുന്നുണ്ടോ വിഗ്രഹ വണക്കം? വണക്കവും ആരാധനയും രണ്ടും രണ്ടും രണ്ടാണ്. വണക്കാൻ പറഞ്ഞിട്ടുണ്ടോ? വണങ്ങാൻ അനുവദിക്കുന്നുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, വിഗ്രഹങ്ങള് ഉണ്ടാക്കാൻ പാടില്ല, വണങ്ങാൻ പാടില്ലെങ്കിൽ എന്തിനാണ് പുറപ്പാട് പുസ്തകത്തിൽ വിഗ്രഹങ്ങൾ ഉണ്ടാക്കാൻ ഒരു കുലത്തെ തന്നെ ദൈവം മാറ്റി നിർത്തി? എന്താണ് അവരുണ്ടാക്കിയത്? എന്തിനാണ്? അതെന്താണ്? ഞാനത് തർക്കിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അല്ല ബ്രദർ, ബസാലിയയിൽ എന്താണ് ഉണ്ടാക്കിയത്? ഇന്ന് ഈ കാണുന്ന പോലെ ഈ വിഗ്രഹങ്ങളാണോ ബസാലിയയിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടാക്കിയോ? ഒരു വിഗ്രഹത്തെ കാണിച്ചു തരാൻ പറ്റുമോ ബസാലിയയിൽ ഉണ്ടാക്കിയത്? അല്ലല്ല, കെരൂബുകൾ ഉണ്ടാക്കാൻ പറയുന്നില്ല ഈശോ. കെരൂബുകൾ ഉണ്ടാക്കി. എന്നിട്ട് ഈ കെരൂബുകൾ അവരെന്ത് ചെയ്തു? അതായത് കെരൂബുകൾ എന്ത് ചെയ്തു? കാളക്കുട്ടി ഉണ്ടാക്കി. ഇപ്പൊ അത് ദൈവത്തെ ആരും കാണാത്ത സമയത്ത് ഇവര് കാളക്കുട്ടി ഉണ്ടാക്കി. എന്നിട്ട് ദൈവം എന്ത് ചെയ്തു? കാരണം കാണാത്ത നിങ്ങൾ എങ്ങനെ പറഞ്ഞു? കാളക്കുട്ടി ദൈവത്തിന്റെ സൃഷ്ടിയാണ്. നിങ്ങൾ ചെയ്യുന്നത് മ്ലേച്ഛതയാണെന്നാണ് കർത്താവ് പറഞ്ഞത് അവിടെ. അതെപ്പോഴാ പറഞ്ഞത്? കാണാത്ത ഒരു വസ്തുവിനെ, അദൃശ്യമായ ദൈവത്തെ നിങ്ങൾ കണ്ടിട്ടില്ല. ആ കാണാത്ത ദൈവത്തെ നിങ്ങളൊരു ദൈവം സൃഷ്ടിച്ച ഒരു കാളക്കുട്ടിയുടെ രൂപത്തിൽ ദൈവത്തെ ഉണ്ടാക്കി, അത് മ്ലേച്ഛതയാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് അധ്യായം കഴിയുമ്പോൾ ദൈവം തന്നെ പറയുന്നുണ്ട് വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നത് തെറ്റാണ്. പിന്നെ എന്തിനാ വിഗ്രഹം ഉണ്ടാക്കാനായിട്ട് കൊത്തുപണി ഉണ്ടാക്കാനുള്ള ഒരു ആളുകളെ ദൈവം മാറ്റി. ദൈവം പറയുന്നുണ്ട്. എന്താണ് ഉണ്ടാക്കിയത്? ഉണ്ടാക്കിയ സംഭവം പറയൂ. അല്ല, ഞാൻ ഈ വിഗ്രഹം ഉണ്ടാക്കാൻ പാടില്ലാതെ ദൈവം പറയുക എന്തിനാണ് ഇങ്ങനെ ഒരു കുലത്തെ ദൈവം മാറ്റി നിർത്തിയത്? ജെറുസലേം ദേവാലയം ഉണ്ടാക്കി, ജെറുസലേം ദേവാലയം പണിത സമയത്ത് ദൈവം വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ടല്ലോ. ബസാലിയയിൽ ഉണ്ടാക്കിയത് എന്താണെന്ന് പറയാൻ എന്താ ബ്രദറിന് ടെൻഷൻ? എന്താണ് ബസാലിയയിൽ ഉണ്ടാക്കിയത്? അല്ല, എന്താണ് എനിക്കറിയില്ല. എനിക്ക് ഞാൻ പഠിച്ചിട്ടില്ല. ധ്യാനം നടത്തുന്നതാണല്ലോ. അല്ല, എനിക്ക് പഠിച്ചിട്ടില്ല. ഞാൻ ബ്രദർ പറഞ്ഞു കെരൂബുകളെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. ഇതിനകത്ത് ഇപ്പൊ ബ്രദർ അക്രൈസ്തവ ഇതിൽ നിന്ന് വന്നതാണ്. ഇപ്പൊ അതും തമ്മിൽ എന്താ വ്യത്യാസം? അവരവിടെ അവരുടെ രൂപങ്ങൾ വെക്കുന്നു, നമുക്ക് നമ്മുടെ ചിന്തയിലുള്ള മനുഷ്യരൂപങ്ങൾ വെക്കുന്നു. അവരവിടെ അതിനെ വണങ്ങുന്നു, നമ്മൾ ഇതിനെയും വണങ്ങുന്നു. ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. എന്താ വ്യത്യാസമുള്ളത്? പ്രത്യേകിച്ച് ഒരു വ്യത്യാസവും ഞാൻ കാണുന്നില്ല പ്രകടമായിട്ട്. അപ്പൊ വണങ്ങുന്നതും ആരാധനയും തമ്മിൽ പ്രാക്ടിക്കൽ സൈഡിൽ എന്ത് ഡിഫറൻസാ ഉള്ളത് അതിൻ്റെ അകത്ത്? ഞാനൊരു വിഗ്രഹം വെച്ചിരിക്കുന്നു, ഞാനതിൽ വണങ്ങുന്നു. ബ്രദർ വന്ന സമുദായത്തിൽ അവരൊരു വിഗ്രഹം വെച്ചിരിക്കുന്നു, അവരതിനെ ആരാധിക്കുന്നു. ൊന്നും ഒരു കുരിശുരൂപോ പാറാവിന്റെ രൂപോ ഒന്നും വെക്കാൻ പാടില്ല. നമുക്കതിലേക്ക് വരാം. വെക്കാൻ പാടില്ല എന്നാണ് എന്റെ ആശയം. അതിനകത്ത് മാറ്റമൊന്നുമില്ല. വെക്കാൻ പാടില്ല എന്നാണ് എന്റെ ആശയം. നമുക്കതിലേക്ക് വരാം. ഇപ്പൊ നമ്മുടെ വീട്ടിലിരിക്കുന്ന ബ്രദർ ബൈബിളിന്റെ ആശയമാണ്, എന്റെ ആശയമല്ല. ബൈബിൾ അതേ പറയുന്നുള്ളൂ, അതേ ഹോൾഡ് ചെയ്യുന്നുള്ളൂ. ബൈബിൾ അല്ലാതെ അനുവദിക്കുന്നില്ല ബ്രദറെ. ബ്രദർ ബൈബിൾ വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും മറ്റുള്ളവർക്ക് ക്ലാസ് എടുക്കുകയും ചെയ്യുന്ന ഒരാളല്ലേ. പക്ഷെ അതിൻ്റെ അകത്ത് എന്നിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പം ഞാൻ ചോദിക്കുന്നത് അതാണ്, ഈ വണക്കവും ആരാധനയും തമ്മിൽ പ്രകടമായി പ്രാക്ടിക്കൽ സൈഡിൽ എന്ത് ഡിഫറൻസാണ് ഉള്ളത്? ബ്രദർ മറ്റൊരു സമുദായത്തിൽ നിന്നാണല്ലോ വന്നത്. അവരാ വിഗ്രഹത്തെ എന്ത് ചെയ്യുന്നു? അവരാ വിഗ്രഹത്തെ മാലയിടുന്നു, അവരാ വിഗ്രഹത്തിന് ധൂപം കാട്ടുന്നു, അവരാ വിഗ്രഹത്തിന് ചിലപ്പോൾ തിരി തെളിയിച്ചു കൊടുക്കുന്നു, വിളക്കുകൾ എത്തിച്ചു കൊടുക്കുന്നു. ഇത് തന്നെ നമ്മൾ ഈ വിഗ്രഹത്തിന് വണക്കം എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്നു. പേരിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അവിടെ ആരാധന എന്ന് പറയും, ഇവിടെ വണക്കം എന്ന് പറയും. അവരിട്ട അത് നിക്കറും, നമ്മളിട്ട് കഴിഞ്ഞാൽ അത് പാൻറ്റും. അത്രേ വ്യത്യാസമുള്ളൂ. പറച്ചിലിൽ മാത്രമേ കാര്യത്തിൽ വ്യത്യാസമുള്ളൂ, അല്ലാണ്ട് എന്താ പ്രകടമായിട്ട് വ്യത്യാസമുള്ളത്? ബസാലിയയിൽ ഉണ്ടാക്കിയതായിട്ട് നമ്മൾ വചനത്തിൽ കാണുന്നത് അവിടെ മുന്തിരിക്കൊലകൾ ഉണ്ടാക്കിയതായിട്ട് കാണാൻ പറ്റും. അതല്ലെന്നുണ്ടെങ്കിൽ കെരൂബുകൾ ഉണ്ടാക്കിയതായിട്ട് കാണാൻ പറ്റും. ഇതൊന്നും അല്ലല്ലോ ഇവിടെ ഉണ്ടാക്കണേ. ഇനി കെരൂബുകൾ ഉണ്ടാക്കിയിട്ട് ആ കെരൂബുകൾ എന്ത് ചെയ്തു? സമാഗമന കൂടാരത്തിന്റെ മുകളിൽ സ്ഥാപിച്ചു. എന്നിട്ട് സമാഗമന കൂടാരം എന്ത് ചെയ്തു? അതിൻ്റെ അകത്ത് സ്ഥാപിച്ചു. അത് പ്രധാന പുരോഹിതന് വർഷത്തിലൊരിക്കൽ മാത്രം അതിൻ്റെ അകത്ത് കയറുന്നേ. അത് അടച്ചു വെച്ചു, വലിയൊരു വിരി വെച്ച് ജനത്തിന് അതിൻ്റെ അകത്ത് കയറി. അത് സ്വർഗത്തിന്റെ റിപ്ലിക്കേഷനായിട്ട്
ഏതെങ്കിലും ഒരുത്തൻ പോയിട്ട് അതിനെ മാലയിടിയിച്ചോ, കരൂപുകളെ മാലയിടിയിച്ച് തൊട്ടുമുത്തി ഉമ്മ വെച്ച് കെട്ടിപ്പിടിച്ച് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കാണിച്ചോ? അതല്ല കൃപാസനത്തിൽ കാണിക്കുന്നത്. ഞാൻ വീഡിയോ വെച്ചേ ബ്രദർ, അതാണ് മാർപ്പാപ്പയുടെ സെക്രട്ടറിക്ക് അയച്ചു കൊടുത്തതെന്ന് പറഞ്ഞു. അപ്പൊ ഇത് തന്നെയല്ലേ നിങ്ങളുടെ വീട്ടിലിരിക്കുന്നത്? അപ്പോൾ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ടത് പിശാചാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലും തേനും പാലും ഒഴിക്കുന്നത് പിശാചി തന്നെയാണ്. അതിലെന്താ വ്യത്യാസം? ഒരു വ്യത്യാസമില്ല. അല്ലെങ്കിൽ എനിക്ക് പറഞ്ഞു തരിക, തേനും പാലും ഒഴുക്കുന്നത് എന്തുദ്ദേശമാണ്? എന്താണ് അതിൽ വരുന്ന നന്മ? ജനത്തിന് എന്ത് വിശ്വാസമാണ് അതിൽ നിന്ന് കിട്ടുന്നത്? നിങ്ങളുടെ വീട്ടിൽ വരുന്നവർക്ക് എന്ത് അനുഗ്രഹമാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്? അല്ല, ഞാൻ വീട്ടില് ആർക്കും അനുഗ്രഹം കൊടുക്കാറൊന്നുമില്ല. ഞാൻ അനുഗ്രഹം കൊടുക്കാൻ ഞാനാരാ? അല്ല, ഈ തേനും പാലും ഒഴുകുന്നതിൽ എന്താണ് വിശ്വാസപരമായ എന്ത് ഗുണമാണ് അതിനകത്ത് നൽകുന്നത്? അതിൽ നിന്ന് കൊടുക്കുന്ന മെസ്സേജ് എന്താ? തേൻ ഒഴുകുന്നു ഞാൻ പറഞ്ഞ, പാലൊഴുകുന്നു ഞാൻ പറഞ്ഞ, എന്തോ സാധനം വരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഓർമ്മയില്ല എന്താ പറഞ്ഞത്. തേനെന്നല്ലേ പറഞ്ഞേ? തേനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എണ്ണയാണോ? ഒരു ഫ്രാഗ്രൻസ് ഓയില് കുരിശിന്ന് ഒഴുകുന്നുണ്ട്. എന്തോ അത് ഞാൻ ഒരു സുഗന്ധ തൈലം. സുഗന്ധ തൈലം, ഓക്കെ. ഈ സുഗന്ധ തൈലം കൊന്തേന്ന് ഒഴുകുന്നുണ്ടായി. അപ്പൊ തന്നെ ഞാൻ സോറി, തേൻ എന്നുള്ളത് എന്റെ തെറ്റിദ്ധാരണയാണ്. ഞാൻ കേട്ടാലുള്ള മിസ്റ്റേക്ക് ആണ്. കുരിശ് രൂപത്തിൽ നിന്നും കുരിശിന്റെ ഈ നോമ്പ് ദിവസം, ഇത് 2 ദിവസം മുമ്പ് കുരിശ് രൂപത്തിൽ നിന്ന് തൈലം ഞാൻ ആ പത്തിനെ വിളിച്ചു. അത് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നു. കൊന്തേന്നും അതേ സമയത്ത് കൊന്ത വലിക്കൊണ്ടിരിക്കും. കൊന്തേന്നും ഇങ്ങനെ സുഗന്ധ തൈലം ഒഴിക്കൊണ്ടിരിക്കും. അതൊരു ബോളിലേക്ക് ആ കൊന്തയും കുരിശൊരു ബോൾ ഒഴിക്കാൻ പറഞ്ഞു. ബോൾ വെച്ച പാത്രത്തിൽ അതിങ്ങനെ നിറഞ്ഞു വന്നു. ഇതുകൊണ്ടൊക്കെ ജനത്തിന് എന്താ ഗുണം? ഞാൻ ചോദിക്കുന്നത്. ഞാൻ ജനത്തിന്റെ കാര്യമൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ബ്രദറിന് എന്ത് ഗുണം? പ്രാർത്ഥിച്ചോണ്ടിരിക്കുമ്പോ അത് വരുന്നു, ഞാനത് എടുത്തു വെച്ചു, മാറ്റി അവിടെ വെച്ചേക്കണു. അപ്പൊ ദൈവം എന്തിനാണ് ഇത് പ്രവർത്തിക്കുന്നത്? ദൈവമാണ് ഇതിന്റെ പുറകിലെങ്കിൽ ദൈവം എന്തിനാണ് ഇത് പ്രവർത്തിക്കുന്നത്? എന്തുദ്ദേശമാണ് ദൈവത്തിനുള്ളത്? അപ്പൊ ഈ വിശുദ്ധ കുർബാനയിലേക്ക് ബ്ലഡ് മാംസമാവുന്നത് അതിലുണ്ട്. ദൈവം എന്താ ഉദ്ദേശിക്കുന്നത്? വിശുദ്ധ കുർബാനയില് അതേലെ പല സ്ഥലത്തും വിശുദ്ധ കുർബാനയില് അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട്. ബ്ലഡ് വരുന്നുണ്ട്, ചിലത് മാംസക്കട്ടയായി മാറുന്നുണ്ട്. അതെന്താ അത്? അതിനെ കുറിച്ച് നമുക്ക് പറയാം. ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്കത് പറഞ്ഞ അല്ല, അതെന്താ ഉദ്ദേശിക്കുന്നത്? അല്ല, അതിലേക്ക് നമുക്ക് വരാം. ബ്രദർ ഇത് പറഞ്ഞു, അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് വന്നേക്കാം. അല്ല, എനിക്കറിയില്ല, എനിക്ക് അത്ര അറിവില്ലല്ലോ. ഞാനൊക്കെ കത്തോലിക്കനല്ല, അന്യ സമുദായത്തിൽ നിന്ന് വന്ന് ക്രിസ്തീയ വിശ്വാസം. ബ്രദർ ഈ സമുദായത്തിലേക്ക് ഇതിലേക്ക് വന്നിട്ട് എത്ര കാലമായി? വിശ്വാസത്തിലേക്ക് വന്നിട്ട് ഒരു 30-31 വർഷമായി. 33 വർഷം ബ്രദർ ആയിട്ടുള്ളൂ. ഞാൻ വെറും 13 വർഷമായിട്ടുള്ളൂ. ഞാൻ വ്യക്തമായ വിശ്വാസത്തിലേക്ക് വന്നിട്ട് ജനിച്ചു വളർന്നത് ഈ വിശ്വാസത്തിൽ തന്നെയാണെങ്കിലും ഞാൻ വിശുദ്ധ ബൈബിളിൽ പഠിക്കാനും ദൈവത്തെ അറിയാനും തുടങ്ങിയിട്ട് വെറും 13 വർഷമായിട്ടുള്ളൂ. അപ്പൊ എന്നേക്കാൾ സീനിയോറിറ്റി വിശ്വാസത്തിലേക്ക് വന്നിട്ട് 33 വർഷമായിട്ടുള്ളൂ. വിശ്വാസത്തിലേക്ക് വർഷമായിട്ടുള്ളൂ. പക്ഷെ ആധ്യാത്മിക ഫുൾ ടൈം അങ്ങനെ ഒരു ആത്മീയതയിലേക്ക് വന്നിട്ട് അത്രയായിട്ടില്ല. പിന്നീട് ബൈബിൾ കോളേജിൽ പോയും തിയോളജി പഠനത്തിനൊക്കെ പോയിട്ട് അത്ര ആയിട്ടില്ല. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ. അപ്പൊ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ബ്രദറിനത് പറയാനുള്ള ഏറ്റവും മിനിമം യോഗ്യതയാണ് ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞത്. തിയോളജി പഠിക്കുകയും ബൈബിൾ കോളേജിൽ പോവുകയും ഈ കാര്യങ്ങളെല്ലാം പഠിക്കുകയും ചെയ്ത് ബ്രദർ പറയാൻ ബാധ്യസ്ഥനാണ്. നിങ്ങളുടെ വീട്ടിൽ നടന്നത് അത് ദൈവത്തിന്റെ പവറാണെന്ന് നിങ്ങൾ പറയുമ്പോൾ, അല്ലെങ്കിൽ ദൈവമാണ് ചെയ്തതെന്ന് നിങ്ങൾ പറയുമ്പോൾ, അതും കൃപാസനവും തമ്മിൽ, എന്നിട്ട് നിങ്ങൾ കൃപാസനത്തെ എതിർക്കുകയും ചെയ്യുന്നു. കൃപാസനത്തിൽ പിശാചാണെന്ന് പറയുന്നു. അപ്പൊ അതിൽ തമ്മിൽ എന്താ വ്യത്യാസം? രണ്ടും ഒരേ ആത്മാവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടിന്റെയും പുറകിൽ ഒരേ ആത്മാവ് തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു വ്യത്യാസമില്ല. കാരണം ദൈവത്തിന് അതിൻ്റെ ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? എവിടെയെങ്കിലും ഒരു ഗുണമുണ്ടോ? ഒരു വിഗ്രഹത്തിൽ നിന്നും ഓയിലോ സുഗന്ധതയിലോ എന്തെങ്കിലും ഒഴുകിയത് കൊണ്ട് ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത് അവിടെ? ആ മഹത്വം ആർക്കാ പോകുന്നത്? ആ വിഗ്രഹത്തിനല്ലാതെ ദൈവത്തിന് എന്ത് മഹത്വമാണ് അതിനകത്ത് കിട്ടുന്നത്? ഇനി ബൈബിൾ എവിടെയാണ് ഹോൾഡ് ചെയ്യുന്നത്? ഈ വിഗ്രഹം വെക്കാൻ ബൈബിൾ എവിടെയാണ് അനുവദിച്ചിരിക്കുന്നത്? ബസാലിയലിന്റെ കഥ പറഞ്ഞ് നമ്മളവിടെ നിൽക്കുകയാണ്. അതിന്റെ അപ്പുറത്തോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, പോയിട്ടില്ല. ഞാൻ പറഞ്ഞു, ബസാലിയയിൽ ഒരു സ്ഥലത്തും ഈ പറയുന്ന സംഭവം ഉണ്ടാക്കിയിട്ട് അവിടെ മാലയിടലോ ധൂപാർപ്പിക്കലോ അതിന്റെ മുമ്പിൽ തിരിയെത്തിക്കലോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വിഗ്രഹങ്ങൾ വെക്കുന്നത്? ഇത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. അതായത് ഞാൻ എൻ്റെ ഒരു വിശ്വാസം പറയട്ടെ. ഞാൻ കത്തോലിക്ക തിരുസഭയിലേക്കാണ് വന്നത്.
ഞാനൊരു ബ്രാഹ്മണ സമുദായത്തിൽ ജനിച്ച് ഒരു വചനം കേട്ടിട്ട് ഒരു ബ്രദറിന്റെ പാസ്റ്ററുടെ അല്ലെങ്കിൽ ഒരു ബ്രദറിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നോട്ടീസ് കിട്ടിയിട്ടൊന്നുമല്ല ഞാൻ വിശ്വാസത്തിലേക്ക് വന്നത്. ഉം. ദിവ്യൻ ജ്ഞാനേന്ദ്രത്തിന്റെ തൊട്ടടുത്തായിട്ടാണ് ഇരുന്നത് എൻ്റെ വീട്. ഉം. അപ്പൊ എൻ്റെ വീട്ടിൽ തന്നെ 4-5 അമ്പലമുണ്ട്. ഉം. അപ്പോൾ എൻ്റെ വീട്ടില് എൻ്റെ അച്ഛൻ്റെ കാലശേഷം അമ്പലങ്ങളിൽ പൂജ ചെയ്യാനായിട്ട് എന്നെയാണ് തെരഞ്ഞെടുത്തത്. ഉം. ഉം. ദൈവത്തിന് വേണ്ടി നമ്മളിപ്പോൾ കത്തോലിക്ക സഭയിൽ പുരോഹിതരായിട്ട് ജീവിതം സമർപ്പിച്ച ആൾക്കാരുണ്ടല്ലോ. ഉം. അതുപോലെ അച്ഛൻ്റെ കാലശേഷം എൻ്റെ വീട്ടിലെ പൂജാതി കർമ്മങ്ങളും പൂജയൊക്കെ ചെയ്യാനായിട്ട് വീട്ടിൽ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു കുട്ടിയാനായിരുന്നു. ബ്രദറിന്റെ പേരെന്തായിരുന്നു? എൻ്റെ പേര് ജോഷുവ. ജോഷുവ. ഓക്കെ. അപ്പോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരിക്കൽ എനിക്ക് ഇങ്ങനെ വേദോപനിഷത്തുകളൊക്കെ പഠിക്കണം, പിന്നെ മന്ത്രം പഠിക്കണം. അമ്പലത്തിൽ പൂജയാണെങ്കിൽ അതിൻ്റെതായ കുറെ മന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു സന്ധ്യ സമയത്ത് ഞാൻ ഇരിക്കുന്ന റൂമിൽ എനിക്കൊരു 13 വയസ്സ്, 93-ലാണ്. എന്റെ റൂമിൽ ഒരു പ്രത്യേകതരം ചുമരിലൊരു ദിവ്യ പ്രകാശം ഉണ്ടായി. സാധാരണ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അങ്ങനെ ഒരു പ്രകാശം വരുന്ന നമുക്ക് പേടി ഭയമൊക്കെ വരും തോന്നും. പക്ഷെ ആ സമയത്ത് ഈ 13 വയസ്സിൽ ഇങ്ങനെ ഒരു പ്രകാശം വന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് പേടിയല്ല തോന്നിയേ, ഞാൻ അക്കാലം അത്രയും അനുഭവിക്കാത്ത ഒരു ആനന്ദം. ഇപ്പൊ ഒരു ലോട്ടറി അടിച്ചു അല്ലെങ്കിൽ ഒരു മറ്റെന്തെങ്കിലും ഒരു വലിയ സംഭവം നമുക്ക് കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. പക്ഷെ ആ സന്തോഷത്തിനേക്കാൾ ഞാൻ അനുഭവിക്കാത്തൊരു വലിയ സന്തോഷം, ഒരു സമാധാനം, ആനന്ദം, അതെനിക്ക് വാക്കുകൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ആവുന്നു. ഞാൻ ഇരിക്കുന്ന റൂമാണെങ്കിൽ ഞങ്ങളുടെ ഈ പഴയ കാലത്തെ തറവാടെന്ന് പറഞ്ഞാൽ മച്ചിട്ട വീടായിരിക്കും. ഓടിന്റെ അടിയിൽ ഇങ്ങനെ മരത്തിന്റെ മച്ചെന്ന് പറയും. അങ്ങനത്തെ അപ്പൊ നല്ല ചൂടായിരിക്കും. ഈ പ്രകാശം ദൈവത്തിന്റെ ആയിരുന്നോ? എന്താണത്? അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ റൂം മൊത്തം നല്ല ഒരു വല്ലാത്തൊരു, നമുക്ക് ചൂടും അല്ല തണുപ്പും അല്ലാത്തൊരു പ്രകൃതം, ഒരു പ്രത്യേകതരം ഒരു വാസന കാര്യങ്ങൾ. എന്നിട്ട് അപ്പൊ എനിക്കിത് വന്നു കഴിഞ്ഞ സമയത്ത് ഞാനിങ്ങനെ പതുക്കെ ഇങ്ങനെ നിലത്തേക്ക് നോക്കുന്നുണ്ട്. ഞാൻ ഇരിക്കുന്നത്, എനിക്ക് ബോഡി വെയിറ്റ് ഒന്നും വരുന്നില്ല ആ സമയത്ത്. എന്റെ അനുഭവമാണ് ഞാൻ പറയണേ, ചേട്ടന്റെ അനുഭവം അല്ല, എന്റെ അനുഭവം, ഞാൻ അനുഭവിച്ച കാര്യം. എനിക്ക് ബോഡി വെയിറ്റ് തോന്നുന്നില്ല, വെയിറ്റ്ലെസ് ആയിട്ട് തോന്നുന്നു. അപ്പൊ ഞാനിങ്ങനെ തട്ടി എന്റെ ശരീരത്തിൽ ഇങ്ങനെ പിച്ച് നോക്കുന്നുണ്ട്. ഈ മരവെച്ച പോലെയായി ശരീരം. ആ സമയത്താണ് അവിടെ നിന്നൊരു സ്വരം ഞാനിങ്ങനെ എൻ്റെ കാതുകളിൽ കേൾക്കുകയാണ്. കുഞ്ഞെ, ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, സകലത്തെയും സൃഷ്ടിച്ച ദൈവം ഞാനാണ്. യേശുക്രിസ്തു ആണെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. യേശുക്രിസ്തു ആണെന്നോ അല്ലെങ്കിൽ ബൈബിളിലെ ദൈവമാണെന്നോ ഒന്നും എന്നോട് പറഞ്ഞില്ല. സൃഷ്ടിച്ച ദൈവം ഞാനാണ്. അപ്പോ ഞാൻ ആ സ്വരത്തിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്റെ മുമ്പിൽ അടുത്ത ചോദ്യം വരികയാണ് ഹൃദയത്തിൽ. നമ്മളൊരു കോമ സ്റ്റേജ് അതൊരവസ്ഥയല്ല, നമുക്ക് ഉള്ളിൽ ബോധമുണ്ട്, പക്ഷെ വായെടുത്തൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ എന്റെ ഹൃദയത്തിൽ ഞാൻ ചോദിക്കുകയാണ്, അങ്ങ് ആരാണ്? ഞാൻ ഹൃദയത്തിലാണ് ഈ ചോദ്യം തന്നെ. ഞാനിത് ചിന്തിക്കുന്ന സമയത്ത് തിരിച്ചവിടെ നിങ്ങളുടെ റിപ്ലൈ വരികയാണ്. കുഞ്ഞെ, നീ വച്ച് പൂജ നടത്തുന്ന ഈ വിഗ്രഹങ്ങൾ, ഈ ദൈവങ്ങൾ, നീ ദൈവം എന്ന് പറഞ്ഞ് പൂജിക്കുന്ന ഈ ദൈവങ്ങളൊന്നും ദൈവമല്ല. അപ്പോഴാണ് ഞാൻ എന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത്. അപ്പൊ പിന്നെ അങ്ങ് ആരാണ്? അങ്ങ് ആരാണ്? സ്വരം മാത്രമേ കേൾക്കുന്നുള്ളൂ. ഒരു ചെറിയൊരു പ്രകാശം പോലെ ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ കാണാം. ചെറിയ വട്ടത്തിൽ ഒരു പ്രകാശം ഇങ്ങനെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു, ഒരു ഗോൾഡൻ കളറിൽ. അപ്പൊ എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ അങ്ങ് ആരാണ്? അപ്പൊ എന്നോട് പറഞ്ഞു, നീ അവിടെ അടുത്തുള്ള ധ്യാനകേന്ദ്രത്തിൽ പോയി ഒരു ധ്യാനം കൂടുന്നോ, അല്ലെങ്കിൽ ഒരു അച്ഛനെ പോയി കാണുന്നോ, പോയി ബൈബിൾ വായിക്കുന്നോ, അല്ലെങ്കിൽ ഒരു പാസ്റ്ററെ പോയി കാണുന്നോ, ഇതൊന്നും എനിക്ക് തിരിച്ച് റിപ്ലൈ ഇല്ല. എന്നോട് പറഞ്ഞു, കുഞ്ഞെ, നിന്റെ മതഗ്രന്ഥത്തിൽ, നീ വിശ്വസിക്കുന്ന നിന്റെ മതഗ്രന്ഥത്തിൽ എന്നെ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അത് നീ തുറന്നു വായിക്കുക. സത്യം നീ ഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ സത്യത്തിന് വേണ്ടി ലോകാവസാനം വരെ നിന്റെ ശിഷ്ടകാല ജീവിതം നീ ആ സത്യത്തിന് വേണ്ടി ജീവിക്കുക, ആ സത്യത്തിന് വേണ്ടി ജീവിക്കുക. അപ്പൊ യേശുക്രിസ്തു ആണെന്നൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല, ബൈബിൾ വായിക്കാനൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോ അപ്പനും അമ്മയും എന്റെ കയ്യിൽ എനിക്ക് കുറെ പുസ്തകങ്ങൾ, വേറെ പുസ്തകങ്ങൾ എന്ന് പറഞ്ഞ തന്നിട്ടുണ്ട്. രാമായണം തന്നിട്ടുണ്ട്, ഭഗവത്ഗീത തന്നിട്ടുണ്ട്, രാമായണം ഇരിപ്പുണ്ട്, ഉപനിഷത്തുകളൊക്കെ ഇരിപ്പുണ്ട്. അപ്പോ എന്റെ കണ്ണ് ഉടക്കിയത് മഹാഭാരതത്തിലാണ്. കാരണം
അപ്പോ ഞാൻ മഹാഭാരതത്തിലേക്ക് ഇത് മറ്റേ വായിക്കാൻ കൃഷ്ണൻകുട്ടി സാറ് പറയുന്ന ആ ഒരു സംഭവത്തിലേക്കല്ലേ പോകുന്നേ? ആ മഹാഭാരതത്തിലേക്കാണ്. അപ്പൊ ഇത് ആ സമയത്ത് എന്നോട് പറഞ്ഞു അതല്ല വേദപുസ്തകം. ഉം. വേദപുസ്തകം എന്ന് പറയുന്നത് ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. അതാണ് എനിക്ക് മനസ്സിലായി. ഹൈന്ദവരുടെ പറഞ്ഞു വരുന്ന കാര്യം എനിക്ക് മനസ്സിലായി. ഇത് കൃഷ്ണൻകുട്ടി സാറ് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സംഭവമല്ലേ ഈ പറയുന്നേ? ഇവിടെ തന്നെ അറിയാലോ. കൃഷ്ണൻകുട്ടിയുടെ ഞാൻ കുട്ടിയുടെ കാര്യമല്ല പറയണേ, ഞാൻ എന്റെ അനുഭവം പറയാം. അല്ല, ബ്രദറിന്റെ അനുഭവം മനസ്സിലായി. ഞാൻ പറയുന്നത് ഇതേ വിഷയം തന്നെയാണല്ലോ അദ്ദേഹവും പറയുന്ന കാര്യം. രണ്ടും സെയിം തോട്ട് തന്നെയല്ലേ? അദ്ദേഹത്തിന്റെ കാര്യം എനിക്കറിയില്ല. അല്ല, അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിച്ചത് അത് തന്നെയല്ലേ നിങ്ങൾ ഈ അനുഭവമല്ലേ പറയണേ. കൃഷ്ണൻകുട്ടി എന്ത് പറഞ്ഞു എന്ന് എനിക്കറിയില്ല. ഞാൻ കൃഷ്ണൻകുട്ടി അറിയില്ല. ഞാൻ എനിക്കുണ്ടായ അനുഭവം ആ 33 വർഷം ഞാൻ നിൽക്കുന്നത് അങ്ങനെ പറഞ്ഞു. രാമായണ മഹാഭാരതമല്ല, ഈ പുസ്തകങ്ങളാണെന്ന് പറഞ്ഞു. എന്നിട്ടത് വായിച്ചു. അതില് ഋഗ്വേദമാണ് വായിക്കേണ്ടത്. അങ്ങനെ ഋഗ്വേദം പിന്നീടുള്ള ദിവസങ്ങളിൽ ഋഗ്വേദം വായിക്കുമ്പോഴാണ് നമ്മൾ യേശുക്രിസ്തുവിനെ ഞാൻ കണ്ടില്ല. അതില് പ്രജാപതി എന്ന് പറയുന്ന കഥാപാത്രമുണ്ട്. അപ്പൊ ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ആള് പറഞ്ഞതും ഇതേ വിഷയം തന്നെയാണ്. ഓക്കെ, അപ്പൊ എനിക്ക് ഇനിയിപ്പോ കഥ പറഞ്ഞില്ലെങ്കിലും സമയം കളയേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ബ്രദറിന്റെ അനുഭവം, കൃഷ്ണൻകുട്ടി ആളുടെ അനുഭവം ഏതാണ്ട് ഇതൊക്കെ സെയിം തന്നെയാണ്. പ്രജാപതി മരത്തിൽ തൂക്കപ്പെട്ടവനും സ്ത്രീയിൽ നിന്ന് ജനിച്ചവനും എന്നൊക്കെ പറയുന്ന ആ ഒരു വിഷയം തന്നെയാണ് ഇവിടെ. അതെന്തായോന്ന് എനിക്കറിയില്ല. എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഈ പറയുന്ന വിഗ്രഹങ്ങളൊന്നുമല്ല ഞാൻ എന്ന് കർത്താവ് ദൈവമാണ് നിങ്ങൾക്ക് വെളിപ്പെട്ടതെങ്കിൽ, ആ ദൈവിക ശക്തിയാണ് നിങ്ങൾക്ക് വെളിപ്പെട്ടത് മനസ്സിലാക്കി തന്നെങ്കിൽ, അപ്പോ അവിടെ ഒന്നും ഒരു വിഗ്രഹം ദൈവം ഉപയോഗിച്ചില്ല. പിന്നെ നിങ്ങളിപ്പോ ഈ വിഗ്രഹങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ കാര്യം. അതിനുശേഷം ഞാൻ വീട് വിട്ട് ഇറങ്ങുന്ന സമയമുണ്ട്. ഈ സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഈ പ്രജാപതിയാണ് ഈ ക്രിസ്ത്യാനികള് പൂജിക്കുന്ന ദൈവം. ഈ ദൈവം തമ്മിൽ കണക്റ്റഡ് ആണ്. ഇത് രണ്ടും എനിക്ക് അതിനോട് യാതൊരുവിധ യോജിപ്പൊന്നുമില്ല. കാരണം സൃഷ്ടാവായ ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടിയിട്ട് അവിടെ ഒരു പ്രജാപതിനെ കൂട്ടുപിടിക്കേണ്ട ഒരു ആവശ്യം ക്രിസ്ത്യാനിക്ക് യാതൊരു കാര്യമില്ല. കാരണം വിശുദ്ധ വേദപുസ്തകത്തിൽ യേശുവിനെ കുറിച്ച് കൃത്യമായിട്ട്, വിശുദ്ധ ബൈബിളിൽ കൃത്യമായിട്ട് ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കെ നീ പ്രജാപതിയുടെ പിന്നാലെ പോയിട്ടല്ല ഞാൻ ക്രിസ്തുവിനെ കാണുന്നത്. ഞാൻ അതാ പറഞ്ഞത്. അത് ബ്രദറിന്റെ കാര്യം. ഞാൻ ബൈബിളിലേക്ക് എത്തിയിട്ടില്ലല്ലോ സഹോദര. അതുകൊണ്ടാണ് ഞാൻ ഞാൻ ബൈബിൾ കണ്ടിട്ട് പോലും. പിന്നെ ഞാൻ എങ്ങനെ ബൈബിളിലേക്ക് പോകുന്നത്? ഞാൻ പറഞ്ഞത് ബൈബിളിലേക്ക് എത്താനുള്ള വഴിയാണ് ഞാൻ ഈ പറഞ്ഞു തന്നത്. ബ്രദറിന്റെ അനുഭവം. പക്ഷെ ബ്രദർ ഇപ്പോഴും പറയുന്ന സത്യം ഞാൻ തിരിച്ചറിഞ്ഞു ബ്രദർ പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങൾ ഇപ്പോഴും സത്യം തിരിച്ചറിഞ്ഞില്ല. 33 വർഷമായിട്ട്. അല്ല, ഈ 33 വർഷമായിട്ട് നിങ്ങൾ ഇപ്പോഴും സത്യം തിരിച്ചറിഞ്ഞിട്ടില്ലെന്ന്. ദൈവമാണ് നിങ്ങൾക്ക് വെളിപ്പെട്ടത്. ബ്രദർ ഒറ്റ സെക്കൻഡ്. ദൈവമാണ് ബ്രദറിന് വെളിപ്പെട്ടതെങ്കിൽ ആ ദൈവം വെളിപ്പെട്ടപ്പോ ഇനി ആ വെളിപ്പെടത്തില് അല്ലെങ്കിൽ ആ പ്രത്യക്ഷത ഇവിടെ ഒന്നും ഒരു വിഗ്രഹത്തെയും കണ്ടില്ല, ഒരു ഫോട്ടോയും കണ്ടില്ല, ഒരു രൂപവും കണ്ടില്ല, ഒന്നും കണ്ടില്ല. പിന്നെ നിങ്ങൾ ഈ റൂമിൽ ഇപ്പോൾ എനിക്ക് അയച്ചു തന്നിരിക്കുന്ന ഈ വീഡിയോയിൽ ഇമാതിരി രൂപങ്ങളും ഇനി അതിൻ്റെ അകത്തുനിന്ന് എണ്ണയും വരുന്നു, സുഗന്ധതൈലം വരുന്നു. സോറി, ഇനി ഞാനത് പേര് മാറ്റി പറഞ്ഞെന്ന് പറയരുത്. ഇതുകൊണ്ട് ദൈവത്തിന് എന്ത് മഹത്വമുള്ളേ? ദൈവത്തിന് എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണിത്? ഇനി നമുക്ക് ഇനി ബ്രദറിൻ്റെ അനുഭവം എനിക്ക് കൂടുതൽ കേട്ടിട്ട് വലിയ കാര്യമില്ല. കാരണം ഓൾവേസ് സെയിം ആണ് ഇതൊക്കെ തന്നെ. പക്ഷെ എൻ്റെ ചോദ്യം ഇതാണ്, അതാണല്ലോ മെയിനായിട്ടുള്ള കാര്യം. ബ്രദർ പറഞ്ഞു ഞാൻ സത്യദൈവത്തെ തിരിച്ചറിഞ്ഞു. പക്ഷെ ഇപ്പോഴും സത്യത്തിലല്ലോ നിൽക്കുന്നത്. ഇപ്പോഴും പണ്ട് വിഗ്രഹങ്ങളെ വെച്ച് ആരാധിച്ചിരുന്നു എന്ന് ബ്രദർ തന്നെ സമ്മതിച്ചു. ഇപ്പോൾ ക്രിസ്തീയ എന്ന് പറയപ്പെടുന്ന കുറേ വിഗ്രഹങ്ങൾ വെച്ച് ഇപ്പോഴും അതേ വണക്കം പേര് മാത്രമേ മാറിയിട്ടുള്ളൂ. മറ്റേത് ആരാധന എന്ന് ആരും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ പേര് പറയുന്നു വണക്കം എന്ന് പറയുന്നു. സംഭവം എല്ലാം സെയിം തന്നെയാണ്. എന്താ വ്യത്യാസം അതിനകത്ത്? അവരും അതിനകത്ത് കുറേ ദീപം തെളിയിക്കുന്നു, നമ്മൾ കുറച്ചും കൂടി ഇലക്ട്രിക്കലായിട്ട് കുറച്ച് ദീപം തെളിയിക്കുന്നു, ചിലപ്പോൾ ഇതിൽ പുകയ്ക്കുന്നു. അപ്പൊ ശരി, കൃപാസനം പോലെ എന്നെയും കണ്ടോ? അപ്പൊ അത് പ്രശ്നം തീർന്നല്ല. ഇതിനെ പറഞ്ഞ് സംസാരിച്ചിട്ട് കാര്യമില്ല. അല്ല, ഇതിലെന്താ